ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കെ ശ്രീദേവിയുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന നോവലിൻ്റെ 12ാമത്തെ അധ്യായത്തിലേക്ക്. പണത്തിന് വേണ്ടിയാണോ നീ വിളിക്കുന്നത്? ആണേ പറ, എത്ര വേണം? ജെയിംസ് ചോദിച്ചു. നീ എനിക്ക് എത്ര തരും? 10 ലക്ഷം അതോ 25 ലക്ഷമോ? മാനാഭിമാനമുള്ള ഒരു പെണ്ണിനെയും നിന്റെ ഭിന്നിച്ചതിന് ഇനി ഈ ജന്മത്ത് കിട്ടാൻ പറ്റത്തില്ല ജെയിംസേ. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. അനീറ്റ പെട്ടെന്ന് ഫോൺ വെച്ചു. ബോംബ് പൊട്ടുന്നത് പോലെയാണ് ആ ശബ്ദം ജെയിംസിൻ്റെ കാതിൽ പതിഞ്ഞത്. റിസീവർ വെച്ചിട്ട് അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഇരുന്നു. ഇന്ന് ശനി, അടുത്ത ശനിയാഴ്ചയാണ് ഭിന്നിച്ചതിൻ്റെ മനസ്സമ്മതം. ഇനി ഒരാഴ്ച മാത്രം. ക്ഷണിക്കാനുള്ളവരെല്ലാം ക്ഷണിച്ചു കഴിഞ്ഞു. കാറുകൾ അറേഞ്ച് ചെയ്തു. വീട്ടിലെ പാർട്ടിക്ക് ഹോട്ടലിൽ ഓർഡർ കൊടുത്തു. മനസ്സമ്മതം എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ ജെയിംസ് എഴുന്നേറ്റ് വേഗം എബിയുടെ മുറിയിലേക്ക് ചെന്നു. വാതിൽ അടഞ്ഞു കിടക്കായിരുന്നു. അവൻ 2 തവണ കതകിൽ മുട്ടി. പ്രേമയാണ് വാതിൽ തുറന്നത്. എന്താ ജെയിംസ്? അവൻ്റെ മുഖം കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് അവൾക്ക് തോന്നി. എബിച്ചാനെന്തേ? ഒരു പ്രശ്നമുണ്ട്. ഓഫീസിൽ പോകാൻ വേഷം ധരിക്കുന്നു. എബി വാതിലിനടുത്തേക്ക് വന്നു. എന്താടാ? അയാൾ ചോദിച്ചു. ജെയിംസ് സ്റ്റെയർ കേസിന് നേരെ നോക്കി. ഭിന്നിച്ചായ മുകളിലുണ്ട്. വാ, ഞാൻ പറയാം. അവൻ അകത്തേക്ക് കയറി. നീ എന്താ പേടിച്ചതുപോലെ? പ്രേമ അവനെ നോക്കി. ചേട്ടത്തെ ആ കഥകം അടച്ചേക്ക്. അമ്മച്ചിയും സ്മിതയും ഭിന്നിച്ചായനൊന്നും തൽക്കാലം അറിയണ്ട. ചെറിയ കുഴപ്പമുണ്ട്. എബിച്ചായ, നീ കാര്യം പറയടാ. എനിക്കിപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ഒരു സ്ത്രീയാണ് സംസാരിച്ചത്. അനീറ്റ പറഞ്ഞ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ അവൻ എബിയോടും പ്രേമയോടും പറഞ്ഞു. രണ്ടുപേരും അത് കേട്ട് സ്തബ്ധരായിരുന്നു. ഇത് അവളായിരിക്കും, പ്രേമ പറഞ്ഞു. ആര്? എബി ചോദിച്ചു. അനീറ്റ. അവളായിരിക്കത്തില്ല പ്രേമേ, കെട്ടിച്ചു വിട്ടതല്ലേ. പഴയ കഥകളൊക്കെ കുത്തിപ്പൊക്കി ഒരു റിസ്ക് എടുക്കാൻ അവൾ തയ്യാറാകത്തില്ല. വല്ല പ്രശ്നമുണ്ടായാൽ അവളുടെ ലൈഫിനെ കൂടി ബാധിക്കുന്ന പേടിയാണ്. അവൾ ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കത്തില്ല, എബി പറഞ്ഞു. അയാൾ പറഞ്ഞതിൽ യുക്തിയുണ്ടെന്ന് പ്രേമയ്ക്കും തോന്നി. പിന്നെ ആരാണ്? അവൾ ചോദിച്ചു. അത് കണ്ടുപിടിക്കണം. ആരായാലും അത് തടയണം. അനിലയുടെയോ അവളുടെ മമ്മിയുടെയോ ചെവിയിൽ ഇതുവല്ലത് എത്തിയാൽ അതൊരു തീരാ കളങ്കാവും. തന്നെയല്ല, അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനും പറ്റത്തില്ല, എബി പറഞ്ഞു. നേരാ, ആ തള്ള ഒരു ചുഴിഞ്ഞു നോട്ടക്കാരിയാണ്. അന്നിവിടെ വന്നപ്പോൾ ബിന്നി ജനിച്ചപ്പോൾ മുതലുള്ള കാര്യങ്ങൾ അമ്മയോട് ചോദിച്ചു. മറ്റുള്ള കാര്യം വല്ലതും അമ്മച്ചിയുടെ നാവിന്ന് അറിയാതെ വീണുപോകുമെന്ന് പേടിച്ചാൽ ഞാൻ അടുത്തു നിന്നേ, പ്രേമ പറഞ്ഞു. എവിടുന്ന വിളിക്കുന്നതെന്ന് വല്ലതും പറഞ്ഞോടാ അവൾ ജെയിംസ്? അവൾ എബി വെച്ചു. ഇല്ല ചായ, STD ആയിരുന്നു. എവിടുന്ന് വിളിച്ചെന്നറിയാൻ കോളർ ID നോക്കിയാൽ പോരായോ? അവൻ പറഞ്ഞു. അവർ 3 പേരും കൂടി അപ്പോൾ തന്നെ കോളർ ID പരിശോധിച്ചു. ഇത് തൃശ്ശൂരൻ നമ്പറാ, എബി പറഞ്ഞു. തൃശ്ശൂരൻ നമ്പറോ? അവിടെ നിന്ന് ആര് വിളിക്കാനാ? പ്രേമ അത്ഭുതപ്പെട്ടു. സേവിയർ അളിയനെ വിളിച്ച് ഈ നമ്പർ കൊടുക്കാം. എക്സ്ചേഞ്ചിൽ അന്വേഷിച്ചാൽ ഈ നമ്പർ ആരുടേതെന്ന് അറിയാലോ, ജെയിംസ് പറഞ്ഞു. അത് വേണ്ട, സേവിയറിനും സംശയമാകും. ഷെറിനോട് പറയാം, അവളെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും, എബി പറഞ്ഞു. അപ്പോൾ തന്നെ പ്രേമ ഹാപ്പി വില്ലയിലേക്ക് വിളിച്ചു. ഷെറിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഷെറിൻ ഞെട്ടി. ഫോൺ നമ്പർ പ്രേമ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ നോക്കാം ചേച്ചി. ആ സംസാരം അവസാനിച്ചപ്പോൾ ഷെറിൻ അല്പനേരം ചിന്തിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സേവിയറിൻ്റെ സഹായം തേടാൻ പറ്റില്ല. പിന്നെ ആരോട് ചോദിക്കും? ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ചെന്ന് അന്വേഷിച്ചാൽ തൃശ്ശൂരിൽ നിന്നും വിളിച്ച ഈ ഫോൺ ആരുടേതാണെന്ന് അറിയാൻ പറ്റില്ലേ? അവൾ ആലോചിച്ചു. ഒന്ന് ശ്രമിച്ചു നോക്കാം, പക്ഷേ സേവിയർ അറിയരുത്. അപ്പോഴാണ് ഷൈനിയെക്കുറിച്ച് അവൾ ഓർമ്മ വന്നത്. അവൾ പതിവായിട്ട് പോകാറുള്ള ബ്യൂട്ടി പാർലറിലെ ജാനിയുടെ അനുജത്തിയാണ്. ഷൈനിക്ക് ടെലിഫോൺ എക്സ്ചേഞ്ചിലാണ് ജോലി. ബ്യൂട്ടി പാർലറിൽ വെച്ച് പലതവണ അവളെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. സേവിയർ ഊണ് കഴിഞ്ഞ് കടയിലേക്ക് തിരിച്ചു പോയപ്പോൾ ടെലിഫോൺ ഡയറക്ടറി നോക്കി എക്സ്ചേഞ്ചിലെ നമ്പറിൽ ഷെറിൻ കണ്ടുപിടിച്ചു. 2-3 നമ്പറുകളിലേക്ക് മാറി മാറി വിളിച്ച ശേഷമാണ് അവർക്ക് ഷൈനിയെ കിട്ടിയത്. ഒരു ഹെൽപ്പ് ആവശ്യപ്പെടാനാണ് ഞാനിപ്പോൾ ഷൈനിയെ വിളിച്ചത്, അവൾ പറഞ്ഞു. എന്താണ്? ഞാനൊരു നമ്പർ തരാം. അത് ആരുടെ ഫോണിൻ്റെതാണെന്ന് ഒന്ന് അറിയണം, അത്രയുള്ള കാര്യം. ഇതൊക്കെ ഈസിയാണ്. എൻ്റെ മുമ്പുള്ള കമ്പ്യൂട്ടറിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ഷെറിൻ കൊടുത്ത നമ്പർ അപ്പോൾ തന്നെ ഷൈനി കമ്പ്യൂട്ടറിൽ നോക്കി. അതൊരു ടെലിഫോൺ ബൂത്തിൻ്റെ നമ്പറാണല്ലോ. റൗണ്ട് വെസ്റ്റിലെ കറണ്ട് ബുക്സിനടുത്ത് ഒരു രാജേന്ദ്രൻ ബൂത്താണ്, അവൾ പറഞ്ഞു. താങ്ക്സ് ഷൈനി. എന്താണ് കാര്യം? വല്ല പ്രശ്നമുണ്ടോ? അവൾ ചോദിച്ചു. ഒന്നുമില്ല. ഷെറിൻ റിസീവർ വെച്ചു. അപ്പോൾ ടെലിഫോൺ ബൂത്തിൽ നിന്നാണ് അവൾ ആരായാലും വിളിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ പാടില്ല എന്ന് നിർബന്ധം കാണും. ഷെറിൻ ഒരു ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറായി. അവൾ കാറെടുത്തു. അപ്പോൾ തന്നെ ടൗണിലേക്ക് പുറപ്പെട്ടു. റൗണ്ട് വെസ്റ്റിൽ ചെന്ന് കറണ്ട് ബുക്സിൻ്റെ എതിർവശത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് റോഡ് മുറിച്ച് കടന്ന് ഫുട്പാത്തിലേക്ക് കയറി. ഒരു വികലാംഗൻ്റെ ബൂത്താണ് അവിടെ ഉണ്ടായത്. അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ ഫോണിൽ ആരോടോ സംസാരിക്കുന്നു. രാജേന്ദ്രനാണോ?
കസേരയിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ഷെറിനോട് ചോദിച്ചു. ഞാനൊരു കാര്യം അറിയാൻ വന്നതാണ്. ഇന്ന് രാവിലെ 9 മണിക്കാണ് ഈ നമ്പറിൽ ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നു? കളപ്പുരയ്ക്കലെ നമ്പർ എഴുതിയ കടലാസ് അവൾ അയാൾക്ക് കൊടുത്തു. അയാളത് വായിച്ചു നോക്കി. പെട്ടെന്ന് അയാൾക്ക് ഓർമ്മയുടെ പ്രകാശം വന്നു. ഉവ്, ഒരു സ്ത്രീ വന്ന് വിളിച്ചായിരുന്നു. എന്നെക്കൊണ്ട് ഒരാളെ വിളിപ്പിച്ചു, അയാൾ പറഞ്ഞു. ഷെറിൻ്റെ മനസ്സൊന്നും ഉണർന്നു. ആരാ ആ സ്ത്രീ? അറിയാമോ രാജേന്ദ്രന്? പ്രതീക്ഷയോടെ അവൾ ചോദിച്ചു. ആളിനെ അത്ര പരിചയമില്ല. ചെറുപ്പക്കാരിയാ, കാണാനും നല്ല സുന്ദരിയാ. ആരായിരിക്കും അത്? ഷെറിന് ഒരു ഊഹവും കിട്ടിയില്ല. ചിലപ്പോൾ അവൾ ഇനിയും ഇവിടെ വരും. അതുപോലെ വിളിക്കാൻ. അന്നേരം സൂത്രത്തിൽ പേര് ചോദിക്കണം, എവിടാ വീടെന്നറിയണം. പിന്നീട് എന്നെ വിളിച്ചു പറയണം. എന്താ പറ്റില്ല രാജേന്ദ്ര? അവൾ ചോദിച്ചു. അയാൾ ചിരിച്ചു. ഒരു പ്രയോജനമില്ലാതെ അയാൾ എന്തിനു വിളിച്ചു പറയണം? അയാളതിന് മെനക്കെടുകയില്ലെന്ന് അവൾക്ക് തോന്നി. മറ്റപ്പള്ളി ജൂലേഴ്സ് ഒന്ന് കിട്ടുന്നുണ്ടോ രാജേന്ദ്രൻ? അവൾ ചോദിച്ചു. പിന്നെ വലിയ സ്വർണ്ണക്കടയല്ലേ? അയാൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജേന്ദ്രന് താല്പര്യമായി. അതിൻ്റെ ഉടമസ്ഥൻ സേവ്യറിൻ്റെ വൈഫാണ് ഞാൻ, ഷെറിൻ, അവൾ പറഞ്ഞു. ഈ പറഞ്ഞ സ്ത്രീ എൻ്റെ ആങ്ങളെയാണ് വിളിച്ചത്. അവൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാനാ. എന്തെങ്കിലും വിവരം കിട്ടി ഈ നമ്പറിൽ വിളിച്ച് എന്നോട് പറയണം. ഷെറിൻ അവളുടെ മൊബൈലിൻ്റെ നമ്പർ കുറിച്ച് കടലാസ് അയാൾക്ക് കൊടുത്തു. എന്നിട്ടൊരു 100 രൂപ നോട്ടെടുത്ത് അയാൾക്ക് നീട്ടി. ഇത് വെച്ചോ. അയ്യോ വേണ്ട, ആ സ്ത്രീ വന്നാൽ ഞാൻ വിവരം വിളിച്ചു പറയാം, അയാൾ ഏറ്റു. കുറച്ചൊരു ആശ്വാസത്തോടെയാണ് ഷെറിൻ മടങ്ങിയത്. രാജേന്ദ്രന് സന്തോഷമായി. പെങ്ങളെ രാധയുടെ കല്യാണം തീരുമാനിച്ചിരിക്കുക. സ്വർണ്ണം എടുക്കാൻ മറ്റപ്പള്ളി ജ്വല്ലേഴ്സിലേക്ക് പോകാം. സേവ്യറെ കണ്ട് പരിചയപ്പെടാം. സ്വർണ്ണവിലയിൽ കുറച്ച് ഇളവ് കിട്ടിയാലേ അത്രയായില്ലേ. ഫോൺ നമ്പർ എഴുതിയ കടലാസ് അയാൾ ഭദ്രമായി പോക്കറ്റ് ഡയറിയിൽ വെച്ചു. അധ്യായം 17. അന്ന് 10:30 മണിയായിട്ടും വിൻസെൻ്റ് ഓഫീസിലെത്തിയില്ല. തലേ ദിവസത്തെ അയാൾ ലീവിലായിരുന്നു. വിൻസെൻറ്റിന് എന്താണ് സംഭവിച്ചതെന്ന് അയാളുടെ ഒഴിഞ്ഞ കസേര കണ്ടപ്പോഴൊക്കെ ഡെയ്സി ആലോചിച്ചു. വിൻസെൻ്റ് ആരോടും അധികം സംസാരിക്കാറില്ല. എങ്കിൽ പോലും അയാളില്ലെങ്കിൽ ഓഫീസിന് ഒരു പൂർണ്ണതയില്ലാത്തതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഉച്ചയ്ക്ക് ഒരേ മേശയ്ക്ക് ഇരുവശത്തുമായിട്ട് ഊണ് കഴിക്കാനിരുന്നപ്പോൾ പലതും സംസാരിക്കുന്ന കൂട്ടത്തിൽ വിൻസെൻറ്റും വാസന്തിയും സംസാര വിഷയമായി. നാളെ ഗുരുവായൂർ ഏകദശിയാണ്. പോകണമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ നടക്കത്തില്ല. അതെന്താ ചേച്ചി? ഡെയ്സി ചോദിച്ചു. വിൻസെൻ്റ് ഈ ആഴ്ച മുഴുവൻ ലീവാണ്. അപ്പോൾ ഞാനും കൂടെ ലീവ് എടുത്താൽ നമ്മുടെ സെക്ഷനിലെ കാര്യം അവതാളത്തിലാവും. എന്താ പുള്ളി ഒരാഴ്ചത്തെ ലീവ് എടുത്തേക്കുന്നത്? ആശ്ചര്യഭാവത്തിൽ വാസന്തി അവളെ നോക്കി. അപ്പോൾ ഡെയ്സി ഒന്നും അറിഞ്ഞില്ലേ? വിൻസെൻറ്റിൻ്റെ വൈഫിനെ അമലയിൽ അഡ്മിറ്റ് ചെയ്തേക്കുക, കീമോതെറാപ്പിക്ക്. ഡെയ്സി ഒന്ന് ഞെട്ടി. വൈഫ് അമലയിൽ കീമോതെറാപ്പിക്ക്? അപ്പോൾ ക്യാൻസറാണ്. ലവ് മാരേജ് ആയിരുന്നു. ആ കുട്ടി ഹിന്ദുവാ. 2 വീട്ടുകാരുടെ എതിർപ്പോടെ അവർ കല്യാണം കഴിച്ച്. നമ്മുടെ ഹനീഫ സാറും ജോസഫും ഒക്കെ ആയിരുന്നു രജിസ്റ്റർ മാരേജിൻ്റെ സാക്ഷികൾ, വാസന്തി പറഞ്ഞു. വീട്ടുകാരുടെ എതിർപ്പൊക്കെ ഇപ്പോൾ മാറിയോ? ഡെയ്സി ചോദിച്ചു. ഇല്ല, അതാ കഷ്ടം. ഇത്രയൊക്കെ ആയിട്ടോ ആ കുട്ടിയുടെ വീട്ടുകാരോ വിൻസെൻ്റിൻ്റെ വീട്ടുകാരോ ഒന്നും കാണാൻ പോലും വന്നിട്ടില്ല. PF ലോണെടുത്തും കടം വാങ്ങിയൊക്കെ വിൻസെൻ്റ് ചികിത്സ നടത്തുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡെയ്സിയുടെ മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നി. ചികിത്സിച്ചിട്ട് എന്തെങ്കിലും ആശ്വാസം? ഡെയ്സി ചോദിച്ചു. ക്യാൻസർ വന്നാൽ രക്ഷപ്പെടുന്നത് അപൂർവമല്ലേ ഡെയ്സി? അവൾക്ക് പിന്നെ കഴിക്കാൻ സാധിച്ചില്ല. പാതി ചോറുണ്ടപ്പോഴേക്കും വിശപ്പില്ലാണ്ടായി. ചേച്ചി കണ്ടിട്ടുണ്ടോ പുള്ളിയുടെ വൈഫിനെ? പിന്നില്ലേ, അതിസുന്ദരിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. കേരളവർമ്മയിലെ 2 പേരും പഠിച്ച്. അന്നേ തുടങ്ങിയ അടുപ്പാ. ഗായികയായിരുന്നു രജനി. വിൻസെൻറ്റും നല്ലപോലെ പാടും. അന്ന് വീട്ടിൽ ചെന്നപ്പോൾ വിൻസെൻറ്റിനെക്കുറിച്ചും രജനിയെക്കുറിച്ചും അനീറ്റയോട് ഡെയ്സി പറഞ്ഞു. ആ പാവം മരിക്കാൻ കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും വീട്ടുകാരൊന്ന് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല ഇതുവരെ. ചില മനുഷ്യരുടെ മനസ്സുള്ള കല്ലുകൊണ്ടാണ് മോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്നേഹം അവരെ സംബന്ധിച്ചിടത്തോളം വിലയില്ലാത്തൊരു ചരക്കാണ്, അനീറ്റ പറഞ്ഞു. നാളെ മറ്റന്നാളെ ഞങ്ങൾ ആ സ്ത്രീയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ചേച്ചി. അതിനെന്താ, പോയിക്കോളൂ. അനീറ്റ അനുവാദം കൊടുത്തു. ഇന്ന് തിങ്കൾ, നാളെ ചൊവ്വ, മറ്റന്നാൾ കോട്ടയത്തിന് പോകണം. ഡോക്ടർ അനിലയുടെ വീട്ടിൽ ചെന്ന് അവളെയോ അവളുടെ മമ്മിയെ കാണണം. മമ്മിയെ കാണുന്നതാണ് കൂടുതൽ സുരക്ഷിതമെന്ന് അനീറ്റയ്ക്ക് തോന്നി. പിറ്റേന്ന് ഓഫീസിൽ ചെന്നപ്പോൾ അനന്തരാമൻ സാറിനോട് സഹായം അഭ്യർത്ഥിക്കാൻ അവൾ തീരുമാനിച്ചു. ആരും അറിയാതെ പെട്ടെന്ന് പോയിട്ട് വരണം. നാളെ എനിക്ക് ലീവ് വേണം സർ, അവൾ പറഞ്ഞു. എന്താ അനീറ്റെ? കോട്ടയത്ത് വരെ ഒന്ന് പോകണം. മെഡിക്കൽ കോളേജിലൊരു ഡോക്ടറെ കാണാൻ. അമ്മച്ചിക്ക് നല്ല സുഖമില്ല, അതിൻ്റെ കാര്യം സംസാരിക്കാനാണ്. ജോഷിയും വരുന്നുണ്ടോ? ഇല്ല, ഞാൻ തനിച്ചാണ്. അത് കേട്ടപ്പോൾ അനന്തരാമൻ്റെ മുഖം പ്രസന്നായി. എങ്കിൽ നമുക്കൊന്നിച്ച് പോകാം, എൻ്റെ കാറിൽ. അത് വേണ്ട സർ, ഡോക്ടറെ കാണാൻ കുറേ സമയം എടുക്കും. തന്നെയല്ല, അത് വേണ്ട, അവൾ പറഞ്ഞു. എങ്ങനെയാണ് അനീറ്റ പോകുന്നത്? ബസ്സിലും ട്രെയിനിലൊന്നും പോകണ്ട, ഓഫീസ് കാറിൽ പോയിക്കോളൂ. ഞാൻ മുഹമ്മദിനോട് പറയാം, അവൻ കൊണ്ടുപോകും. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അയാൾ പറഞ്ഞു. താങ്ക് യു സർ, താങ്ക് യു. ഇങ്ങനെ ചില്ലറയായിട്ട് ചിലവാക്കണ്ട. ഒന്നിച്ച് ഞാൻ
എല്ലാ താങ്ക്സും കൂടി വാങ്ങിച്ചോളാം. രാവിലെ 8:30 കാറുമായിട്ട് കാളന്തോട്ടിൽ ചെല്ലണമെന്ന് അപ്പോൾ തന്നെ അയാൾ മുഹമ്മദിനെ ഏർപ്പാട് ചെയ്തു. അന്ന് രാത്രിയിൽ ജോഷിയോട് മാത്രം അവളെ യാത്രയെക്കുറിച്ച് സൂചിപ്പിച്ചു. നാളെ രാവിലെ ഇത്തിരി നേരത്തെ എനിക്ക് ഓഫീസിൽ പോകേണ്ടി വരും. അതെന്താ? എറണാകുളത്ത് വെച്ചൊരു കോൺഫറൻസ് ഉണ്ട്. അനന്തരാമൻ സാർ ഇന്നേ പോയിട്ടുണ്ട്. നാളെ ഓഫീസ് കാറിൽ ഞങ്ങൾ 2-3 പേര് ചെല്ലാൻ പറഞ്ഞേക്കുക. അപ്പോൾ വരാൻ വൈകുമോ? ജോഷി വെച്ചു. എന്തായാലും 6 മണിക്ക് മുമ്പേ തിരിച്ചു വരും. എന്നാൽ സാരല്ല, ഡെയ്സി തനിച്ചല്ലേ ഇവിടെ കളൂ, ഞാൻ നേരത്തെ വന്നോളാം, അയാൾ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ 8:30 അനീറ്റ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നപ്പോഴേക്കും കാറുമായിട്ട് മുഹമ്മദ് എത്തി. മുഹമ്മദ്, നമുക്ക് കഴിയുന്നതും വേഗം ഏറ്റുമാനൂർ എത്തണം എന്ന് വിചാരിച്ച് ഓവർ സ്പീഡിലൊന്നും വണ്ടി ഓടിക്കണ്ട കേട്ടോ, കാറിൽ ബാക്ക് സീറ്റിൽ കയറിയിരുന്ന് അവൾ പറഞ്ഞു. ശരി മാഡം. അതിവേഗം കാർ ഓടി. സീറ്റിലേക്ക് ചാരിയിരുന്ന് അനീറ്റ കണ്ണുകളടച്ച് നിഷ്കളങ്കമായി ആ പഴയ അനീറ്റ എന്ന പെൺകുട്ടിയെ ഇന്നിത്ര മാറിയിരിക്കുന്നു. അവൾ എത്ര ധൈര്യശാലിയാണ്, എന്തിനും മടിക്കാത്തവളാണ്, വ്യക്തമായിട്ട് ലക്ഷ്യങ്ങളുള്ളവളാണ്. ആരാണ് അവളെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്? ഒരാളല്ല, ഒരുപാട് പേർ. കാർ ഓടിക്കൊണ്ടേയിരുന്നു. 12 മണി കഴിഞ്ഞപ്പോൾ വണ്ടി ഏറ്റുമാനൂരെത്തി. ഇനി എങ്ങോട്ടാ മാഡം? തലതിരിച്ച് മുഹമ്മദ് ചോദിച്ചു. വലത്തോട്ട് തിരിഞ്ഞോളൂ, മെഡിക്കൽ കോളേജ് റൂട്ടിൽ, അവൾ പറഞ്ഞു. കാറ് അഞ്ചേരി ജംഗ്ഷനിലെത്തി. ഡോക്ടർ അനിലയുടെ വീട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓട്ടോക്കാരോട് വഴിയൊന്ന് ചോദിക്കാൻ മുഹമ്മദ്, അനീറ്റ പറഞ്ഞു. മുഹമ്മദ് വഴി ചോദിച്ചു. ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോയാൽ മതി. കലിങ്ക് കഴിഞ്ഞ് വലത്തോട്ട് തിരിയുമ്പോൾ ആദ്യം കാണുന്ന വീടാണ്, ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. ഒടുവിൽ കാറിൽ നിന്ന് ഡോക്ടർ അനിലയുടെ വീടിന് മുമ്പിൽ ചെന്ന് നിന്നു. ഗേറ്റ് അടഞ്ഞു കിടക്കരുന്നു. അനീറ്റ കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി ചെന്നു. മുൻവാതിൽ അടഞ്ഞു കിടക്കുന്നു. അവൾ കോളിംഗ് ബെല്ലടിച്ചു. 18 വയസ്സ് വന്നിക്കുന്ന ഒരു പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു. മോളിയായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. ഡോക്ടർ അനിലയുടെ വീടല്ലേ ഇത്? സിറ്റൗട്ടിലേക്ക് കയറി ചെന്ന് അനീറ്റ ചോദിച്ചു. ഡോക്ടറുണ്ടോ ഇവിടെ? ഹോസ്പിറ്റലാ? വന്നില്ല, വരുമ്പോൾ 1 മണി കഴിയും. മമ്മിയോ? കോട്ടയത്ത് പോയേക്കുക. പെട്ടെന്ന് ഗേറ്റിന് വെളിയിൽ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം. ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. പരിചയമുള്ള കാറായിരുന്നത്. അവൾ ഞെട്ടിപ്പോയി. അത് ബിന്നിയുടെ കാറായിരുന്നു. കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്ന് ബിന്നി പുറത്തേക്ക് ഇറങ്ങി. നീല നിറത്തുള്ള ഫുൾ സ്ലീവ് ഷർട്ടും ചാര നിറത്തുള്ള പാൻസുമാണ് വേഷം. അനീറ്റയുടെ ഹൃദയം ഒന്ന് തേങ്ങി. 2 കൊല്ലത്തോളെ തീവ്രമായി സ്നേഹിച്ച് ഒടുവിൽ കെട്ടാമെന്ന് മോഹിപ്പിച്ചിട്ട് കാലുമാറിയ ബീരു ഇപ്പോൾ സുന്ദരിയും സമ്പന്നയുമായ ഡോക്ടർ അനിലയെ കെട്ടാൻ പോകുന്നു. കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ നിന്നും ശോശാമ ഇറങ്ങി. 2 പേരും ഇപ്പോൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വന്നു. അനീറ്റ അന്താളിച്ചു. അവൾ വേഗം വരാന്തയുടെ തൂണിൻ്റെ പിന്നിലേക്ക് മാറിയിരുന്നു. ശോശാമയ്ക്ക് അകത്തേക്ക് കയറാൻ ബിന്നി ഗേറ്റിൻ്റെ പാളി തുറന്നു കൊടുത്തു. ഞാനിപ്പോൾ വരുന്നില്ല മമ്മി, അയാൾ പറഞ്ഞു. എന്താ ഇവിടം വരെ എന്നെ കൊണ്ടുവന്നിട്ട് വീട്ടിലൊന്നും കയറാതെ? ശോശാമ്മ പരിഭവത്തോടെ ബിന്നിയെ നോക്കി. പോയിട്ട് തിരക്കുണ്ട്, 2 മണിക്ക് എനിക്ക് പാമ്പാടിൽ ചെന്ന ഒരാളെ കാണണം. ശോശാമ്മ സമ്മതഭാവത്തിൽ തലകുലുക്കി. ബിന്നി ഗേറ്റടച്ചിട്ട് കാറിൽ ചെന്ന് കയറി. അനീറ്റ ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു. ദാ മമ്മി വന്നല്ലോ, മോളി പറഞ്ഞു. കയ്യിൽ ഒരു പാക്കറ്റുമായി ശോശാമ്മ പടിയേറി വന്നു. അപ്പോഴാണ് അവർ വരാന്തയിൽ നിൽക്കുന്ന അനീറ്റയെ ശ്രദ്ധിച്ചത്. ചോദ്യഭാവത്തിൽ അവർ മോളിയെ നോക്കി. ഡോക്ടറെ കാണാൻ വന്നതാ, അവൾ പറഞ്ഞു. കണ്ണാടിച്ചില്ലിന് മുകളിലൂടെ അവർ അനീറ്റയൊന്ന് നോക്കി. കൺസൾട്ട് ചെയ്യാൻ വന്നതാണോ അതോ? കൺസൾട്ട് ചെയ്യാൻ വന്നതാ. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പോൾ OPയുടെ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞു. അടിമാലിയിൽ നിന്ന് വരുവാൻ ഞാൻ, അനീറ്റ ഭവ്യതയോടെ പറഞ്ഞു. എന്തുവാ പേര്? പേര് അവൾ നേരത്തെ കണ്ടുവച്ചിരിക്കുന്നു. ജൂലി സൈമൺ. ഞാൻ അനിലയുടെ മമ്മിയാ. ഇപ്പോൾ കാറിൽ വന്നത് ബിന്നിയല്ലയോ? സംശയത്തിൽ അനീറ്റ ചോദിച്ചു. പെട്ടെന്ന് ശോശാമ്മ നെറ്റി വിളിച്ചു. ബിന്നി അറിയാമോ? അറിയാം, ഞാനിവിടെ BCM കോളേജിലാണ് പഠിച്ചത്. ഞങ്ങളെ ഹോസ്പിറ്റലിൽ മിക്ക ദിവസം ബിന്നി വരുമായിരുന്നു. എന്തിന്? ശോശാമ്മയുടെ ചോദ്യത്തിന് സംശയത്തിൻ്റെ നേരിയ ലാഞ്ചനയുണ്ടായിരുന്നു. അനീറ്റയെ കാണാൻ. ശോശാമ്മ ഹൃദയമെടുപ്പിൻ്റെ വേഗത മെല്ലെ വരാൻ തുടങ്ങി. ജൂലി വാ, ഇരിക്കി. അവരവളെ ഡ്രോയിങ് റൂമിലേക്ക് ക്ഷണിച്ചു. എല്ലാം കേട്ടുകൊണ്ട് മോളി അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത്തോടി, ശോശാമ്മ അവളോട് പറഞ്ഞു. മോളി അടുക്കളയിലേക്ക് പോയി. സ്വീകരണ മുറിയിലെ സെറ്റിയിൽ അനീറ്റയായിരുന്നു. എതിർവശത്തെ കശാരയിൽ ശോശാമ്മയും. ആരെയും അനീറ്റ? ഉള്ളിലെ ഉത്കണ്ഠ മറിച്ച് വെറും സാധാരണ വട്ടിൽ ശോശാമ്മ ചോദിച്ചു. അപ്പോൾ ആ കഥകളൊന്നും ഡോക്ടറുടെ മമ്മിക്ക് അറിയില്ലേ? ആശീർഭാവത്തിൽ അവൾ ചോദിച്ചു. ഇല്ല, ബിന്നിയെ ഞാൻ പരിചയപ്പെട്ടിട്ട് 2 മാസം പോലും ഇല്ല. അവൻ്റെ അമ്മ ആനിയുടെ പേഷ്യൻ്റാണ്. കോട്ടയത്ത് വെച്ച് കണ്ടപ്പോൾ എനിക്കൊരു ലിഫ്റ്റ് തന്നു, അത്രയേ ഉള്ളൂ. ഇനിയും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കാണേണ്ടി വരും. വേണ്ട മമ്മി, ഞാനായിട്ട് പുള്ളിയെപ്പറ്റി മോശമായിട്ടൊന്നും പറയുന്നില്ല. ആർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളെ പുള്ളിക്ക് ഉണ്ടായിട്ടുള്ളൂ. അനീറ്റ മടി അഭിനയിച്ചു. ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാളെക്കുറിച്ചുള്ള സകല കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ മോളെ. ബിന്നിയുടെ ആരാ അനീറ്റ? കാമുകയായിരുന്നു. ശോശാമ്മ ഞെട്ടി. ഞങ്ങൾ വിചാരിച്ചിരുന്ന ബിന്നി അവളെ കെട്ടുമെന്നാ.
പക്ഷെ പത്തനാപുരത്ത് വെച്ച് രജിസ്റ്റർ മാരേജ് നടത്താൻ വേണ്ടി രണ്ടുപേരും കൂടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഒളിച്ചോടി താമസിച്ചു. ബിന്നിയുടെ വീട്ടുകാർ ഇതെങ്ങനെയോ മണത്തറിഞ്ഞു. വന്ന് പുള്ളിയെ തട്ടിക്കൊണ്ടുപോയി. പാവം അനീറ്റയെ വ്യഭിചാരക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. എല്ലാം കേട്ട് ശോശാമ്മ തരിച്ചിരുന്നു. എന്തൊരു ക്രൂരതയാണ് ബിന്നി ആ പെൺകുട്ടിയോട് ചെയ്തത്. എന്താ ബിന്നിയുടെ വീട്ടുകാർ ആ ബന്ധത്തെ എതിർത്തത്? അവർ ചോദിച്ചു. അനീറ്റയ്ക്ക് കടപ്പുറക്കൽക്കാരോളം സ്വത്തില്ലായിരുന്നു, ബന്ധുവലവില്ലായിരുന്നു. അവളുടെ സൗന്ദര്യം സ്വഭാവവും കൊണ്ട് ബിന്നി അവളെ സ്നേഹിച്ചതാണ്. അവളുടെ വീട്ടുകാർക്ക് അതൊരു വലിയ അടിയായിരുന്നു. അവളുടെ ആങ്ങളെ സാജൻ ആളൊരു ചൂടന. കടപ്പുറക്കൽ ചെന്ന് വലിയ വഴക്കൊക്കെ ഉണ്ടാക്കി. പുള്ളി ബിന്നിയെ കണ്ട കുത്തി മലത്തെന്ന് പറഞ്ഞ് നടക്കുക. അനീറ്റ സ്വാഭാവികമായി തന്നെ സംസാരിച്ചു. ആ പണ്ണിപ്പോൾ എവിടാ? ശോശമ്മ ചോദിച്ചു. അറിയത്തില്ല, കോളേജ് വിട്ടേ പിന്നെ എനിക്കൊരു വിവരമില്ല. ഇത്രയൊക്കെ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ആര് വന്ന് കെട്ടാനാ? വീട്ടിൽ കാണാം. എവിടാ ആ കുട്ടിയുടെ വീടെന്ന് അറിയാമോ ജോലിക്ക്? തിരുവല്ല ഭാഗത്തോ മറ്റോ ആണ്. എന്തായാലും അനീറ്റയുടെ ശാപം മുഴുവൻ ബിന്നിക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് അനീറ്റയുടെ മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങി. അവളെ ഹാൻഡ് ബാഗിൽ നിന്ന് അതെടുത്ത് നോക്കി. അനന്തരാമനാണ് വിളിച്ചത്. അനില വരും മുമ്പേ സ്ഥലം വിടാൻ പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി. അനില വന്ന സംഗതി പാളിപ്പോയല്ലോ. അനന്തരാമൻ്റെ കോൾ സ്വീകരിക്കുന്നതിന് പകരം അവിടെ ക്യാൻസൽ ബട്ടണിലാണ് വിരലമർത്തിയത്. കോൾ ഉടനെ കട്ടായി. അത് ശോശാമ്മ മനസ്സിലാക്കാത്ത വിധം സങ്കല്പത്തിലെ കൂട്ടുകാരെ സൃഷ്ടിച്ച് അവൾ ഫോണിലേക്ക് സംസാരിച്ചു. ഹലോ ശോഭേ, ഞാനിപ്പോൾ അമ്മഞ്ചേരിയിലാണേ. ഡോക്ടർ അനിലയുടെ വീട്ടിൽ. ഇവിടെ വരെ വന്നപ്പോൾ നിന്നെ ഒന്ന് കാണാതെ പോകാൻ പറ്റത്തില്ലല്ലോ, അതാ വിളിച്ച്. അപ്പോൾ നിൻ്റെ അച്ഛൻ പറഞ്ഞു നീ പാലായ്ക്ക് പോയേക്ക് വന്നു. അനീറ്റ വെറുതെ ശോഷമായി നോക്കി. അവളുടെ സംസാരം ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. നീ കുമരനല്ലൂർ തിരിച്ചെത്തിയോ? ഞാൻ വീട്ടിലേക്ക് വരാം, പക്ഷെ 10 മിനിറ്റ് എന്നെ വിടണം. ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് ഉടനെ തിരിച്ചു പോകാനുള്ളതാണ്. ഫോൺ സംസാരം അവസാനിപ്പിച്ച് അനീറ്റ ശോഷാമ്മയെ നോക്കി. എൻ്റെ കൂടെ പഠിച്ച ശോഭ ഇവിടെ കുമരനല്ലൂരിലാണ് മമ്മി താമസിക്കുന്നത്. ഡോക്ടർ വരുമ്പോഴേക്കും ഞാൻ അവളെ ഒന്ന് കണ്ടേച്ചും വരാം. വന്നിട്ട് കാണാതെ പോയാൽ അവളെ പിണങ്ങും. അനീറ്റ എഴുന്നേറ്റു. വരണേ ജൂലി, അനിലയെ കണ്ടിട്ടേ പോകാവൂ. വരാം മമ്മി. അനീറ്റ ഇറങ്ങിച്ചെന്ന് കാറിൽ കയറി. ഡോക്ടർ അനില ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. രാവിലെ 10:30 കയറിയതായിരുന്നു അവൾ. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 1:30. അവൾ കൺസൾട്ടിംഗ് റൂമിൽ വന്ന് ബാഗിൽ വന്ന് മൊബൈൽ എടുത്ത് നോക്കി. ചിലപ്പോൾ ബെന്നി വിളിച്ചു കാണും. മൊബൈലിൽ 2 മിസ്ഡുകളുണ്ടായിരുന്നു. ഒന്ന് ബിന്നിയുടേത്, മറ്റേത് വീട്ടിലേതുമായിരുന്നു. മമ്മി സാധാരണഗതിയിൽ ഹോസ്പിറ്റലിലെ സമയത്ത് വിളിക്കാറില്ല. ഇതെന്തു പറ്റി? അല്ല, ആദ്യം വീട്ടിലേക്കാണ് വിളിച്ചത്. എന്താ മമ്മി? അവൾ ചോദിച്ചു. നീ വേഗം ഇങ്ങോട്ട് വാ, ഒരത്യാവശ്യ കാര്യമുണ്ട്. ശോശാമ്മ പറഞ്ഞു. എന്താ അത്യാവശ്യം മമ്മി? ബിന്നി കള്ളനാ മോളെ, അത് നമ്മളെ ചതിക്കായിരുന്നു. വേഗം വാ, ഞാൻ എല്ലാം പറയാം. നമുക്ക് കുറച്ച് ഭാഗ്യമുണ്ട് മോളെ. അതല്ലെങ്കിൽ വെറും 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ നമ്മളിതൊക്കെ അറിയോ? ബിന്നിയെ വിളിക്കേണ്ടെന്ന് തീരുമാനിച്ച് അല്ല കാറിൽ അമ്മഞ്ചേരിക്ക് പുറപ്പെട്ടു. അധ്യായം 18. പാമ്പാടിയിൽ പോയിട്ട് ബിന്നി കടപ്പുരക്കിലെത്തിയപ്പോൾ മണി 2:30. കാറിൽ നിന്നിറങ്ങി അയാൾ ബംഗ്ലാവിലേക്ക് കയറി ചെന്നപ്പോൾ ത്രേസ്യാമ്മ മുൻവശത്തെ മുറിയിലിരിക്കുന്നുണ്ടായിരുന്നു. നീ എവിടെ പോയിരുന്നാടാ ബെന്നി? അയാളെ കണ്ട് അവർ ചോദിച്ചു. ബിന്നി ചെന്ന് അമ്മച്ചിയുടെ അടുത്തിരിക്കുന്നു. പാമ്പാടി വരെ പോയതാ അമ്മച്ചി. ചെമ്പകമറ്റത്ത് ജോണിച്ചായനെ ഉറപ്പിക്കണം ക്ഷണിക്കാനേ. ഫിലിപ്പച്ചായൻ്റെ ബന്ധുവല്ലേ? വിട്ടുപോയിരുന്നെങ്കിൽ ഫിലിപ്പച്ചായൻ വായി തോന്നിയതൊക്കെ ജയമാമയെ വിളിച്ച് പറഞ്ഞേനെ. ശരി, ഇനിയൊന്ന് വല്ലതും കഴിക്കി. പ്രേമയോടെ കാണും, അല്ലെങ്കിൽ ഞാനൊന്ന് ചെന്ന് ഓമനയോട് പറയാം. ബിന്നി എന്നപ്പോൾ ഡൈനിങ് റൂമിൽ പ്രേമയുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് അവൾ ഡ്രോയിങ് റൂമിൽ ചെന്നപ്പോഴാണ് മൊബൈൽ ബെല്ലടിച്ചത്. അയാൾ അതെടുത്ത് നോക്കി. അനിലയുടെ നമ്പർ. ബിന്നി മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. ഹലോ അനില, ബിന്നി എവിടെയാണിപ്പോൾ? അവൾ ചോദിച്ചു. അവളുടെ സ്വരത്തിൽ ആവശ്യത്തിലേറെ ഗൗരവം കലർന്നിട്ടെന്ന് തോന്നി. വീട്ടിലാണ്. ഒന്നിങ്ങോട്ട് വരാമോ? ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനാണ്. ഞാൻ വീട്ടിലുണ്ട്, അവൾ പറഞ്ഞു. വരാം, ഇപ്പോൾ വരണം. ഞാൻ ഹോസ്പിറ്റലിൽ പോകാതെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാ വരുന്നു. ബിന്നി ആരോടും ഒന്നും പറയാതെ അപ്പോൾ തന്നെ കാറെടുത്ത് പുറപ്പെട്ടു. എന്തോ എമർജൻസി ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര തിടുക്കപ്പെട്ട് അനില വിളിക്കുകയില്ല. 2-3 മണിക്കൂർ മുമ്പ് അവളുടെ മമ്മിയെ കണ്ടതാണല്ലോ. അനിലയുടെ വീടിന് മുമ്പിൽ ചെന്ന് കാറിൽ നിന്നു. ബിന്നി കാറിൽ നിന്ന് ഇറങ്ങി. ചെന്നപ്പോൾ സ്വീകരണ മുറിയിലെ ശോശാമ്മയും അനിലയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെയും മുഖങ്ങൾ പെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മേഘങ്ങൾ പോലെയായിരുന്നു. ഇരുണ്ട് വീർത്ത് കെട്ടി. അയാളെ കണ്ട് അനില പുഞ്ചിരിച്ചതുപോലില്ല. എന്താ ഞാൻ വരാൻ പറഞ്ഞത്? ആശയക്കുഴപ്പത്തോടെ ബിന്നി രണ്ടുപേരെയും മാറി മാറി നോക്കി. ബിന്നി ഇരിക്കൂ, ശോശാമ്മ ഗൗരവത്തോടെ പറഞ്ഞു. സെറ്റിയിൽ ബിന്നി ഇരുന്നു. ഞങ്ങളെ അറിയിക്കേണ്ടിയിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ബിന്നി മറച്ചു വെച്ചിട്ടുണ്ടോ? ശോശാമ്മ ചോദിച്ചു. അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അയാൾ അനിലയെ ഒന്ന് നോക്കി. അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ഒരുപക്ഷെ അനീറ്റയുടെ കാര്യമാണോ അവളുടെ മമ്മി ഉദ്ദേശിക്കുന്നത്? ചോദ്യം മനസ്സിലായില്ല. ബിന്നി പറഞ്ഞു. ആരാണ് അനീറ്റ? ബിന്നി ഒന്ന് ഞെട്ടി. അപ്പോൾ അതാണ് കാര്യം. മുമ്പ് ഞാൻ കെട്ടാനിരുന്ന പെണ്ണാണ്, അയാൾ പറഞ്ഞു. കാര്യം ഇനി മറച്ചു വെച്ചിട്ട് എന്തു ഫലം? വീട്ടുകാരെ ആലോചിച്ച് ഉറപ്പിച്ച് കെട്ടാനിരുന്ന പെണ്ണായിരുന്നോ? ശോശമ്മ വീണ്ടും ചോദിച്ചു. അല്ല,
അവൾക്കിഷ്ടമായിരുന്നു, എനിക്ക് അവളെയും. പക്ഷെ അതൊക്കെ പഴങ്കഥകളാണ് മമ്മി. അതെല്ലാം അന്നേ തേഞ്ഞു മാഞ്ഞു പോയതാണ്. അവളുടെ കെട്ടും കഴിഞ്ഞു. നിസ്സാരമട്ടിൽ ബിന്നി പറഞ്ഞു. നിങ്ങൾ ഒളിച്ചോടിയിട്ട് ഒരു ഹോട്ടലിൽ ചെന്ന് താമസിച്ചു വന്നത് സത്യമാണോ? ആദ്യമായി അനില വായ തുറന്നു. പകുതി സത്യമാണ്. രജിസ്റ്റർ മാരേജ് നടത്താൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സഹായത്തോടെ ശ്രമിച്ചു. അവനും അവൻ്റെ വൈഫും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. താമസിക്കാൻ മുറിയെടുത്തെങ്കിലും 1 മണിക്കൂർ പോലും ഞാൻ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല. ആ പെണ്ണിനെ വ്യഭിചാരക്കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നത് ശരിയാണോ? ശോശാമ്മ ചോദിച്ചു. ബിന്നി അതിന് മറുപടി പറഞ്ഞില്ല. ബിന്നിയെ വീട്ടുകാരെ ആ ഹോട്ടലിൽ നിന്നും കടത്തി. എന്നിട്ട് ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ സംഭവിച്ചില്ലേ? അനില വീണ്ടും ചോദിച്ചു. ഉവ്, സംഭവിച്ചാണ്, അയാൾ മെല്ലെ പറഞ്ഞു. ശോശാമ്മയും അനിലയും അല്പനേരം നിശബ്ദരായി. ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. ഇക്കാര്യം വീട്ടിൽ ചെന്ന് അമ്മച്ചിയോട് പറഞ്ഞേക്ക്. ശോശാമ്മ എഴുന്നേറ്റു. ബിന്നി ഞെട്ടലോടെ ഇരുവരെയും നോക്കി. അനില, എന്താണ് ഈ മമ്മി പറയുന്നത്? ഇത്രയും ഒരുക്കങ്ങൾ നടത്തിയ ശേഷം നമുക്ക് 2 കൂട്ടർക്കും അപമാനകരമായിട്ട് ഇനി പിന്മാറിയാൽ? അവൾ അനിലയോട് പറഞ്ഞു. സോറി ബിന്നി, മമ്മിയുടെ തീരുമാനമാണ് എൻ്റെതും. അവളും എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ബിന്നി വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ശോശാമ്മ അത് കേൾക്കാൻ നിന്നില്ല. തകർന്ന മനസ്സോടെ ബിന്നി മെല്ലെ പടിയിറങ്ങി. ക്ലോക്കിൽ 12 മണി അടിച്ചപ്പോഴാണ് അനീറ്റ ഉണർന്നു കിടക്കുകയായിരുന്നു. അവൾക്ക് ഉറക്കം വന്നതേയില്ല. എന്ത് പ്രതികരണമായിരിക്കും ഡോക്ടർ അനിലയിലും അവളുടെ മമ്മിയിലും തൻ്റെ സന്ദർശനം ഉണ്ടാക്കിയത്? ബിന്നിയെക്കുറിച്ചറിഞ്ഞ വിവരങ്ങൾ അവർ ഗൗരവത്തോടെ എടുക്കുമോ, അതോ സാറില്ലെന്ന മട്ടിൽ തള്ളിക്കളയോ? ഉറക്കം വരാതെ അനീറ്റ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ചിന്തിച്ച് കിടന്ന് അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് ഓഫീസിലിരിക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോൾ അനീറ്റയ്ക്ക് വന്നു. ഹലോ, അനീറ്റയല്ലേ? ആ സ്ത്രീസ്വരം ചോദിച്ചു. അതെ. എൻ്റെ സ്വരം കേട്ടിട്ട് നിനക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ആ നിമിഷം അവൾ ആളിനെ തിരിച്ചറിഞ്ഞു. മേബിള്, അപ്പോൾ നീ എന്നെ മറന്നിട്ടില്ല. അനീറ്റയ്ക്ക് വലിയ ആശ്ചര്യം തോന്നി, അതിലേറെ സന്തോഷം. എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കൂട്ടുകാരി വീണ്ടും സുഖദുഃഖങ്ങളിൽ ഒന്നിച്ചുണ്ടായിരുന്നവർ. എനിക്കങ്ങനെ മറക്കാൻ പറ്റും മേബിൾ? ഞാൻ കാരണം ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടില്ല. നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ദുരന്തങ്ങൾ. നിന്നോടൊന്നും മാപ്പ് പറയാൻ പോലും എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല. വേദനയോടെ അനീറ്റ പറഞ്ഞു. എന്തായാലും ഇപ്പോൾ എന്നെ വിളിച്ചല്ലോ, എനിക്ക് സന്തോഷമായി. ഇനി നിൻ്റെ വിശേഷങ്ങൾ പറ, അനീറ്റ ആവശ്യപ്പെട്ടു. വിശേഷമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം നിന്നെ വിളിച്ചേ. എൻ്റെ കെട്ടാണടി വരുന്ന 17-ാം തീയതി. നിൻ്റെ കെട്ടിന് ഞാൻ വന്നില്ല, അതെൻ്റെ തെറ്റ്. പക്ഷെ എൻ്റെ കെട്ടിന് നീ വരണം. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ നിൻ്റെ ചാച്ചനായി നമ്പർ തന്നത്, മേബിള് പറഞ്ഞു. ഞാൻ വരും മേബിളെ. നീ ജോഷിയെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ 2 പേരും കൂടി വരും. എവിടെ വെച്ചാ കെട്ട്? തലയോലപ്പറമ്പിലാണ് പുള്ളിയുടെ വീട്. അവിടുത്തെ പള്ളിയിൽ വെച്ചാൽ കെട്ട്. ഒരു വിശേഷം കൂടിയുണ്ട്. അവിടെ അമന ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് പുള്ളി. മോഹൻ ജോസ് എന്നാണ് പേര്. അപ്പോൾ കെട്ട് കഴിഞ്ഞാൽ നീ തൃശ്ശൂരിലേക്ക് വരുമോ? അത്ഭുതത്തോടെ അനീറ്റ് ചോദിച്ചു. വരും. പുള്ളിയുടെ അമ്മയുടെ വീട് അവിടെ പാവർട്ടിയിലാണ് താമസിക്കുന്നത്. പക്ഷേ ഹോസ്പിറ്റലിനടുത്താണ്. നാളെ ഞാൻ ഇൻവിറ്റേഷൻ കാർഡ് അയക്കും. എന്തായാലും 2 പേരും വരണം. ഞാൻ പിന്നെ വിളിക്കാം. മേബിള് റിസീവർ വെച്ചപ്പോൾ പഴയ ഓർമ്മയിൽ മുഴുകി അനീറ്റ അല്പനേരം ഇരുന്നു. കളഞ്ഞുപോയ ഒരു നിധി തിരിച്ചു കിട്ടിയതുപോലെ അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി. അന്ന് അനീറ്റ വീട്ടിലെത്തിയപ്പോൾ ഒരു വാർത്ത പറയാനായി ഡെയ്സി അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അനീറ്റ വേഷം മാറ്റി വന്നപ്പോഴേക്കും ഡെയ്സി ചായ ഉണ്ടാക്കി. ഇന്ന് സാധനിച്ചായൻ ഓഫീസിലേക്ക് വിളിച്ചായിരുന്നു. ചായ കൊടുത്തുകൊണ്ട് ഡെയ്സി പറഞ്ഞു. വീട്ടിലെന്നാ ഉണ്ട് വിശേഷം? കളപ്പുരയ്ക്കിലെ വിശേഷം പറയാനാണ് വിളിച്ചത്. ചേച്ചിയോട് അതൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അനീറ്റ അവളെ തുറച്ചു നോക്കി. എന്താണ് മോളെ? ബിന്നിയുടെ കല്യാണം ഉറപ്പായിരുന്നു ശനിയാഴ്ച. അത് മുടങ്ങി. പെൺവീട്ടുകാരാ പിന്മാറിയതേ. ആ സന്തോഷ വാർത്ത പറയാനാ അച്ചായൻ വിളിച്ചേ. എന്താ പെൺവീട്ടുകാർ പിന്മാറിയേ? ഒന്നും അറിയാത്ത മട്ടിൽ അനീറ്റ ചോദിച്ചു. ചേച്ചിയുടെ കാര്യം അവരറിഞ്ഞു. ഒരു പെണ്ണിനെ ചരിച്ചവനെ അവർക്ക് വേണ്ടെന്ന് പെണ്ണു വീട്ടുകാർ തീരുമാനിച്ചാണ്. അനീറ്റ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ തൻ്റെ ശ്രമം പാഴിലായില്ല. കണ്ടില്ലേ ചേച്ചി, ഉപ്പ് തിന്നവൻ എന്തായാലും വെള്ളം കുടിക്കും. നമ്മളെ ദ്രോഹിച്ചവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കുള്ള ഫലം ഉറപ്പായും കിട്ടും. മനസ്സിലായില്ലേ? ഡെയ്സി പറഞ്ഞു. അവളുടെ വാക്കുള്ള അനീറ്റയുടെ ഹൃദയത്തിലേക്കാണ് ചെന്ന് തറച്ചത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കുള്ള ഫലം പിന്നീട് ഉറപ്പായും കിട്ടി. ആ ഓർമ്മയിൽ അവൾ അസ്വസ്ഥയായി. അനീറ്റ പിന്നെ അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവൾ ബെഡ്റൂമിലേക്ക് പോയി. അവൾക്ക് തൻ്റെ ഉള്ളിലെ ഒരു ചില്ലുകൊട്ടാരം തകർന്നു വീഴുന്നതായിട്ട് തോന്നി. പ്രിയരെ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന നോവൽ ഇവിടെ അവസാനിക്കുന്നു. ഈ നോവലിൻ്റെ 2ാം ഭാഗം അവളും ഞാനും നാളെ മുതൽ ഉണ്ടാവുന്നതാണ്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.